ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഹോൾ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അറിയാമല്ലോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെ വരും? എ ഇൻറ്റു ബി ഇൻറ്റു സി അസോസിയേറ്റ് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ ബിയും സിയും അസോസിയേറ്റ് ചെയ്തു. അപ്പം എ ഇൻറ്റു ബി ഇൻറ്റു സി, എയും ബിയും കൂടെ അസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറിന് തുല്യമാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കാൻ പോയിരിക്കും. എന്തായിരിക്കും നിങ്ങളുടെ ഒരു അസംഷൻ? തുല്യമായിരിക്കും അല്ലെ? അഡീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. സബ്ട്രാക്ഷനോ ഇല്ല. അതിന് മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഞാൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 7 2 5 അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഏതാണ്? 7 ഇൻറ്റു 2 ഇൻറ്റു 5 ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഏത് എഴുതും മക്കളെ? ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ 7 ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് ചെയ്തേ. 5 ഇൻറ്റു 2 ഇവിടെ സൈൻ ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തു. 5 ഇൻറ്റു 2 10. 10 ഇൻറ്റു 7 എത്രയാണ്? 70. ഓക്കെ, പിന്നെ തിരിച്ച് അസോസിയേറ്റ് ചെയ്തേ. 7 ഇൻറ്റു 2 ഇൻറ്റു 5. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഏത് ചെയ്യും? ബ്രാക്കറ്റിലുള്ളത് ചെയ്യും. 7 ഇൻറ്റു 2 എത്രയാണ്? 14. 14 ഇൻറ്റു 5 എത്രയാണ്? 70. കിട്ടിയല്ലോ. അസോസിയേറ്റ് അംഗീകരിക്കുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ അംഗീകരിക്കും. അഡീഷൻ ഓർത്ത് വെക്കണം. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. അടുത്ത ഓരോ എക്സാമ്പിൾ ചെയ്യാം. 4ഉം 6ഉം 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? 6നെയും 2നെയും കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? 4 ഇൻറ്റു 6 ഇൻറ്റു 2 12 48 ആണല്ലോ. ഇനി അടുത്ത ആര് അസോസിയേറ്റ് ചെയ്യുന്നത്? 4ഉം 6ഉം കൂടെ. 4 ഇൻറ്റു 6 ഇൻറ്റു 2 24 ഇൻറ്റു 2 എത്ര വരും? 48. സെയിം കിട്ടി മക്കളെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആരംഗീകരിക്കുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ. ആരുടെ മൾട്ടിപ്ലിക്കേഷൻ? ഹോൾ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്നാ എഴുതും? ഹോൾ നമ്പേഴ്സ് under multiplication is associative. മനസ്സിലായി? നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ ആയിരിക്കത്തില്ല അല്ലേ? നമുക്ക് നോക്കാം, ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഡിവിഷന് ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 12 6 2 നമ്മൾ ഡിവിഷൻ ചെയ്യാൻ പോവാണ്. ഡിവിഷൻ. അപ്പൊ ഇത് മാറില്ലേ? ഈ സൈൻ മാറില്ലേ? ഇവിടെ ഡിവൈഡ് ആകണ്ടേ? ഓക്കെ, ഡിവിഷൻ. ഓക്കെ, ചെയ്ത് നോക്കാൻ പോവാണ്. 12 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ആദ്യം അസോസിയേറ്റ് ചെയ്യുകയാണ്. 6നെയും 2 കൂടെ അസോസിയേറ്റ് ചെയ്ത് നോക്കാം. 12 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്നാ വരും? 12 ഡിവൈഡ് ബൈ അവിടെ കിടക്കട്ടെ. 6 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 3 അല്ലേ? 6 ഡിവൈഡ് ബൈ 3. ഇനി 12 ഡിവൈഡ് ബൈ 3 ചെയ്തേ. എത്ര വരും? 4. കിട്ടിയില്ലേ? തിരിച്ച് അസോസിയേറ്റ് ചെയ്യാം. ആരൊക്കെ? 12 ഡിവൈഡഡ് ബൈ 6നെ അസോസിയേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അതിനെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 12 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 2. 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 1. മാറിപ്പോയി ആണോ? അപ്പൊ ഡിവിഷൻ അസോസിയേറ്റീവ് ആണോ? അല്ല. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. രണ്ടാമത്തെ എക്സാമ്പിൾ. 50 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2. ആദ്യം ആരെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്? 10നെയും 2നെയും കൂടാണ് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 50 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2. എങ്ങനെയുണ്ട് മക്കളെ? പറഞ്ഞ് 50 അതുപോലെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 10 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 5. ഓക്കെ, ഇനി 50 ഡിവൈഡ് എത്രയാണ്? 10 ആണ് അല്ലേ? ഡിവിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം ഈസി ആയിട്ട്. തിരിച്ചൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. 50 ഡിവൈഡഡ് ബൈ 10 അസോസിയേറ്റ് ചെയ്യുവാണ്. ഡിവൈഡ് ബൈ 2. 50 ഡിവൈഡ് ബൈ, അപ്പൊ ബ്രാക്കറ്റുള്ള നമ്മൾ ആദ്യം ചെയ്യും അല്ലേ? നമ്മൾ പഠിച്ചു. 50 ഡിവൈഡ് ബൈ 10 എന്നാണ്? 5. 5 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 5നെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അല്ലേ? 2.5 എന്ന് വരും. ആൻസർ 2.5. സെയിം ആണോ? അല്ല.
അപ്പൊ ഇതിന്റെ അർത്ഥം എന്നാണ്? ഹോൾ നമ്പേഴ്സ് അണ്ടർ ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്. പിന്നെന്തല്ല? സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് അല്ല. അപ്പം ഇപ്പൊ നമ്മൾ എത്ര പ്രോപ്പർട്ടി പഠിച്ച മക്കളെ? ആദ്യം ക്ലോസർ, കമ്മ്യൂട്ടേറ്റീവ്, പിന്നെന്നായിരുന്നു ഇപ്പൊ എന്നാ പഠിച്ച? അസോസിയേറ്റീവ്. ഇനിയുണ്ട് കേട്ടോ, ഇത്രയൊന്നും അല്ല പ്രോപ്പർട്ടീസ്. ക്ലോസർ എന്നായിരുന്നു? എന്താണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആൻസർ ഇപ്പൊ ഹോൾ നമ്പർ ആണെങ്കിൽ ഹോൾ നമ്പർ ആയിരിക്കണം. എയും ബി ഹോൾ നമ്പറിന്റെ ചെയ്യുന്നെങ്കിൽ ഹോൾ നമ്പർ ആയിരിക്കണം. ഇൻഡിജറാ ചെയ്യുന്നെങ്കിൽ ഇൻഡിജർ ആയിരിക്കണം. റാഷണൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ആൻസർ ഒരു റാഷണൽ നമ്പർ തന്നെ വരണം. ഇനി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ബി പ്ലസ് എ ആയിരിക്കണം. അതായത് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചെയ്താൽ ഈക്വൽ ആയിരിക്കണം. അത് എ മൈനസ് ചില സമയത്ത് എ മൈനസ് ബി ആണ് ബി മൈനസ് എ, അല്ലെങ്കിൽ എ ഇൻറ്റു ബി ആണെങ്കിൽ ബി ഇൻറ്റു എ, അങ്ങനെ വരണമായിരുന്നു. ഇപ്പൊ നമ്മൾ അസോസിയേറ്റീവും പഠിച്ചു. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് ഇങ്ങനെ എയും ബി അസോസിയേറ്റ് ചെയ്യുന്നതിന് തുല്യമാണെങ്കിൽ നമ്മൾ അസോസിയേറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ അസോസിയേറ്റീവ് അല്ല. അപ്പൊ നമ്മുടെ പറഞ്ഞനുസരിച്ച് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ അസോസിയേറ്റീവ്. ആരുടെ? ഹോൾ നമ്പേഴ്സിന്. നമ്മൾ ഹോൾ നമ്പർ പറഞ്ഞുള്ളത് ഇൻഡിജറും റാഷണൽ നമ്പറും പറയാനുണ്ട്. പിന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് അല്ല. ഇത് ഓരോരുത്തരുടെയും എല്ലാ പ്രോപ്പർട്ടിയിലും 3 പേരുടെയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ മക്കളെ, നമുക്ക് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഒരു നോട്ട് പോലെ ഞാൻ തരാം, അപ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ മക്കളെ, ചാനൽ എല്ലാവരും കണ്ടിട്ട് മക്കളെ ഇത് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് മാത്സ് ഒരിക്കലും വായിച്ച് പഠിക്കാനുള്ള വിഷയമല്ല മക്കളെ, ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എംപോസിഷൻ എഴുതുന്ന പോലെ എഴുതുക അല്ല നമ്മൾ ചെയ്യുന്നത്. കണ്ട് മനസ്സിലാക്കി, നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. തന്നെ നോക്കിയിട്ട് തെറ്റുള്ള തിരുത്തി നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോകാം മക്കളെ. ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.